ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സ്വപ്നമായിരുന്ന മാക്ബുക്ക് പ്രോ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് മാക്ബുക്കിൻ്റെ M1 ചിപ്പ് 8GB മെമ്മറി 512 SSD വരുന്ന മാക്ബുക്ക് പ്രോ ആണ്. ജസ്റ്റ് ഞാൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബില്ല് ഇത് ലാപ്ടോപ്പ്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു C2C ടൈപ്പ് കേബിളാണ്. ആപ്പിളിൻ്റെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ, കോഴ്സ് ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വരുന്നത് പോലെയുള്ള ഒരു ഷീറ്റുണ്ട്. പിന്നെ അതിൻ്റെ വാറണ്ടി പേപ്പർ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൽ നമ്മൾ ഇനി ആദ്യമേ തന്നെ നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ്. മാക്ബുക്ക് വാങ്ങിയ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിന് പറ്റിയ ഒരു ടൈപ്പ് സി HDMI 8-in-1 ഒരു കണക്റ്റിംഗ് കേബിൾ വാങ്ങിയിട്ടുണ്ട്. ഒരു കേബിൾ കണക്റ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് SD കാർഡ്, അതുപോലെ LAN, പിന്നെ 2 ടൈപ്പ് സി കണക്ടർ വരുന്നുണ്ട്, 2 USB അഡാപ്റ്റർ ചെയ്യാം, HDMI കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പോർട്ട്സ് കിട്ടുന്നുണ്ട്. ശരിക്കും മാക്ബുക്കിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഡ്രോബാക്ക് അല്ല, അവരുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 2 പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, C ടൈപ്പ്. സോ നമ്മുടെ കണക്ടിവിറ്റി കുറച്ചും കൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ കണക്ടർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജാക്കിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് എക്സ്ട്രാ USB ഡിവൈസസ്, മെമ്മറി കാർഡ്, അങ്ങനെയുള്ള എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള വേറൊരു പോർട്ട് എന്ന് പറയുന്നത് 3.5mm ഓഡിയോ ജാക്കാണ്. നമ്മളിപ്പോൾ മാക്ബുക്കിൽ സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടച്ച് ഐ ഡി കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട്. ടച്ച് ID വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റ് ടച്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാം, അൺലോക്ക് വിത്ത് യുവർ ടച്ച് ID എന്ന്. അതിൽ ഫിംഗർ തൊടുമ്പോൾ തന്നെ വളരെ ക്വിക്ക് റെസ്പോൺസാണ്. വിൻഡോ ഓപ്പണായി വന്നു കഴിഞ്ഞു. പിന്നെ ബാക്കി കുറച്ച് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളും ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ. അങ്ങനെ മെനു എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റൈലിഷാണ്. ഇത് നമ്മൾ നേരത്തെ എടുത്തിരുന്ന കുറച്ച് വീഡിയോസും എല്ലാം ആണ്. അത് നല്ല ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ലോഡാകുന്നുണ്ട്. ഇത് 4K ഡ്രോൺ ഷോട്ടാണ്. നല്ല ക്വിക്കായിട്ട് തന്നെ അത് ലോഡാവുകയും പ്ലേ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഇങ്ങനെ നമുക്കൊരു ടച്ച് ബാറിൽ ഒരു ടച്ച് നമുക്ക് സ്ക്രോൾ ചെയ്യാം.
ഇതിൽ തന്നെ ടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് സ്ക്രോൾ ചെയ്യാം. അതുപോലെ അതിൻ്റെ പ്ലേ ബട്ടൺസ് എല്ലാം ടച്ച് ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ടച്ച് സ്ക്രീനാണ്. അതിൽ ഓപ്ഷൻസ് നമ്മൾ മെനു ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ വിൻഡോ ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ഓപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു മൗസ് വാങ്ങിയിട്ടുണ്ട് ലോജിടെക്കിൻ്റെ. അത് നമ്മൾ ആമസോൺ വഴി വാങ്ങിയതാണ്. അപ്പോൾ അതിൽ നമുക്ക് ബ്ലൂടൂത്ത് എനേബിൾഡ് ആയതുകൊണ്ട് വേറെ എക്സ്ട്രാ നമ്മൾ ഒന്നും USB ഡിവൈസ് ഒന്നും പിൻ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ നമ്മുടെ കൺട്രോൾ പാനലിൽ പോയിട്ട് ബ്ലൂടൂത്തിൽ നമുക്ക് ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണക്റ്റ് ആക്കിയിട്ടുണ്ട്. കണക്ടിവിറ്റിയാണ് അതിൻ്റെ മെയിനായിട്ട് നമുക്ക് പറയാവുന്ന ഒരു അഡ്വാൻറ്റേജ്. ജസ്റ്റ് ഇപ്പോൾ ഐഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ ക്വിക്കിലി നമുക്ക് ഫോൺ എടുക്കാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. വെരി ക്വിക്കായിട്ട് തന്നെ പെയറിങ് ആവുന്നുണ്ട്. ജസ്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഇടാത്തത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണമാണ്. മാക്ബുക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മൾ സർഫ് ചെയ്യുന്ന ടൈം, ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുന്ന ടൈമിലോ എന്തെങ്കിലും നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്ത് നോർമലായിട്ട് കോപ്പി ചെയ്യുന്ന പോലെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക് OS ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആപ്പിൾ ID ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മൊബൈൽ ഡിവൈസിൽ ഈസി ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽസിനെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അവിടെ കോപ്പി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പേസ്റ്റ് മൊബൈലിൽ കൊടുത്താൽ മതി. ഡയറക്റ്റായിട്ട് പേസ്റ്റിംഗ് ഫ്രം മാക്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്താണോ കണ്ടൻ്റ് ഉള്ളത് അതേപടി ഇവിടെ കോപ്പി ചെയ്യാം. അത് നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മെസ്സേജോ എന്തെങ്കിലും എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ നോട്ടുണ്ട്, നോട്ട് ബുക്ക് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി എന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കിയുള്ള മാക്ബുക്കിൻ്റെ പ്രോ മാക്സ് എടുക്കുമ്പോഴത്തേക്കും ഏകദേശം 16 ഇഞ്ച് സ്ക്രീൻ എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമല്ലാതെ വേറെ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. സ്പീഡ് പ്രൊസസ്സറെല്ലാം ഏകദേശം സെയിം തന്നെയാണ് വരിക. പക്ഷേ ഇതിൻ്റെ ഡബിൾ എമൗണ്ടിലേക്ക് വരും 16 ഇഞ്ചിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിൻ്റേതൊരു ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ എഡിറ്റിങ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. വളരെ ക്വിക്കാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന HP ലാപ്ടോപ്പാണ്. അതിൽ ചെയ്യുന്നതിനേക്കാളും ഡബിൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഒരു മാക്ബുക്കും കൂടെ നമ്മൾ വാങ്ങി. രണ്ട് വാല്യൂ ഫോർ മണി എന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റും ഈ പർച്ചേസ്.